ഇനി ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ബഹിരാകാശത്തു നിന്നും തിരിച്ചെത്തിയ ശേഷം ആരോഗ്യം വീണ്ടെടുത്തുവെന്ന് സുനിത വില്യംസ്. ലോകമാകെ നൽകിയ പിന്തുണ അത്ഭുതപ്പെടുത്തിയെന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി എന്ന പ്രചരണവും ഇരുവരും തള്ളി. സ്റ്റാർലൈനർ പേടകത്തിൽ വീണ്ടും പറക്കുമെന്നും കഴിഞ്ഞ യാത്രയിൽ നേരിട്ട പോരായ്മകൾ പരിഹരിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കി. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം മാർച്ച് 18 തിരിച്ചെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും 12 ദിവസത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി എന്ന പ്രചാരണവും ഇരുവരും തള്ളി. ബഹിരാകാശ നിലയത്തിൽ ഒരിക്കൽ പോലും നിരാശരായിരുന്നില്ല. ദൗത്യങ്ങൾ തുടരുന്നതിനാൽ തിരിച്ചുവരവിന്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നില്ലെന്നും ബഹിരാകാശ യാത്രികർ 2 ആഴ്ച കൊണ്ട് ആരോഗ്യം വീണ്ടെടുത്തുവെന്നും സുനിത വില്യംസ് പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തനായി തോന്നിയത് ഈ ബഹിരാകാശ ജീവിതത്തിലായിരുന്നുവെന്ന് ബുച്ച് വിൽമോർ വിശേഷിപ്പിച്ചു. ഇപ്പോഴും ലോകമാകെ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ നൽകുന്നുവെന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഇരുവരും പറഞ്ഞു. Feeling good since we've been back almost 2 weeks now. Actually went out and ran 3 miles yesterday, so I will give myself a little pat on the back. Our trainers are rocking it and getting us ready to get back to help out with the new astronauts as they're getting ready for their mission. So the biggest thing I want to say was thank you. It's, again, an honor that actually people were paying attention, and I'm very thankful that people are paying attention. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിൽക്കുമ്പോൾ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഭൂമിയിലെ വിവാദങ്ങൾ ആ സമയത്ത് ശ്രദ്ധിച്ചതേയില്ല. ബോയിങ് സ്റ്റാർലൈനർ മികച്ച പേടകമാണ്. അത് ഭാവിയിലെ ഗവേഷണങ്ങൾക്ക് കരുത്തു പകരും. സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിൽ വീണ്ടും പറക്കുമെന്നും കഴിഞ്ഞ യാത്രയിൽ നേരിട്ട പോരായ്മകൾ പരിഹരിക്കുമെന്നും ബുച്ച് വിൽമോറും സുനിത വില്യംസും പറഞ്ഞു. Given the opportunity, would you guys go up on Starliner again? Yes. Because we're going to rectify all the issues that we encountered. Yeah. We're going to fix them. We're going to make it work. Boeing's completely committed. NASA is completely committed. And with that, I get on in a heartbeat. Yeah, I would agree. The spacecraft is really capable. There were a couple things that need to be fixed, like Butch mentioned, and folks are actively working on that. But it is a great spacecraft, and it has a lot of capability that other spacecraft don't have. And to see that thing successful and to be part of that program is an honor. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയെയും സുനിത വില്യംസ് പ്രശംസിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭംഗിയും സുനിത വർണ്ണിച്ചു. തന്റെ പിതാവിന്റെ രാജ്യമായ ഇന്ത്യയിലേക്ക് എത്തുമെന്നും സുനിത വില്യംസ് പറഞ്ഞു. ഇന്ത്യൻ യാത്രയിൽ സഹയാത്രികരെയും കൂടെ കൊണ്ടുപോകുമോ എന്നായിരുന്നു ബുച്ച് വിൽമോറിന്റെ ചോദ്യം. India is amazing. Every time we went over the Himalayas, and I'll tell you, Butch got some incredible pictures of the Himalayas. Just amazing. I hope, and I think for sure, I'm going to be going back to my father's home country and visiting with people and getting excited about the first, because it's a great country, another wonderful democracy that's trying to put its foot in the space countries, and we'd love to be part of that and help them along. Do you plan to take your crew members on that trip with you? Absolutely. You might stick out a little bit, but that's okay. We'll get you all primed with some spicy food. We'll be good. ബഹിരാകാശ നിലയത്തിലെയും തിരിച്ചുള്ള യാത്രയിലെയും അനുഭവങ്ങളും ഇരുവരും പങ്കുവച്ചു. ക്രൂ 9ന്റെ ഭാഗമായിരുന്ന നിക് ഹേഗും വാർത്താ സമ്മേളനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.